ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാം ആൻഡ് ഫോളോ ഓവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോളോ ഓവർ മൂവ്മെന്റ്. നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 4 ടൈപ്പാണ്. ഫോളോ ഓവർ മോഷൻസ് 4 ടൈപ്പ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിനെ SHM എന്ന് പറയും. യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം വെലോസിറ്റി, സൈക്ലോയിഡൽ മോഷൻസ് ആണ് നമ്മൾ ഫോളോ ഓവറിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം, ഇത് 4 മോഷൻ തമ്മിൽ എന്താണ് വ്യത്യാസം, വരയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിസിക്കലി ഒരാൾ കാണുമ്പോൾ അത് ജസ്റ്റ് ഫോളോ ഓവർ, ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫോളോ ഓവർ ജസ്റ്റ് മുകളിലോട്ട് പോകുന്നു, താഴത്തോട്ട് വരുന്നു, അതാ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അതിന്റെ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഈ മോഷൻസ് പോലും ഡിഫറെന്റ് ആയിരിക്കും. അത് ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ അത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം, ഈ 4 മോഷൻസ്. അതിന് നമ്മൾ ഒരു കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദി പ്രൊഫൈൽ ഓഫ് എ ക്യാം ഓപ്പറേറ്റിംഗ് നൈഫ് എഡ്ജ് ഫോളോവർ ഹാവിംഗ് എ ലിഫ്റ്റ് ഓഫ് 30 mm. അപ്പോൾ 30 mm ഹൈറ്റിലാണ് ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവർ പൊന്തുന്നത്. ദ ക്യാം റൈസസ് ദി ഫോളോവർ വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോർ 150 ഡിഗ്രി ഓഫ് ദി റൊട്ടേഷൻ. അപ്പോൾ ഇത് പൊന്തുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. 150 ഡിഗ്രി ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ലിഫ്റ്റിലെത്തിരിക്കും, ഫോളോവർ അതിന്റെ മാക്സിമം ലിഫ്റ്റായ 30-ലെത്തിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് അസെൻഡിങ് എന്ന് പറയുന്നത്. അസെൻഡിങ് 150 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ട് 60 ഡിഗ്രി ഡോൾ പീരീഡ് ആണ്. ഡോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന 60 ഡിഗ്രിയിൽ ഫോളോവറിന് യാതൊരു ഭ്രംശം ഉണ്ടാവില്ല. അതായത് ആ ഒരു പൊസിഷനിൽ തന്നെ അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതാണ്. ദ ഫോളോവർ ഡെസെൻസ് ഫോർ ദി നെക്സ്റ്റ് 100 ഡിഗ്രി. ഡെസെൻഡ് എന്ന് പറയുമ്പോൾ താഴത്തോട്ട് പഴയ പൊസിഷനിലേക്ക് എത്തുന്നതാണ് ഡെസെൻഡ് എന്ന് പറയുന്നത്, താഴത്തോട്ട് ഇറങ്ങുക. അപ്പോൾ അത് 100 ഡിഗ്രിയിലാണ്. നെക്സ്റ്റ് 100 ഡിഗ്രിയിൽ അത് കയറുമ്പോൾ വളരെ സ്ലോയിൽ കയറുന്നു, ഇറങ്ങുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നു. റൊട്ടേഷൻ ഓഫ് ദി ക്യാം വിത്ത് യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ രണ്ട് മോഷനാണ്. ഒന്ന് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് മുകളിലോട്ട് കയറുന്നത്, യൂണിഫോം വെലോസിറ്റിയിലാണ് താഴത്തോട്ട് വരുന്നത്. ബാക്കിയുള്ളത് ഡോൾ പീരീഡ് ആണ്. അപ്പോൾ അതിന്റെ ഡാറ്റാസ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ലിഫ്റ്റ്, അതായത് ഫോളോവർ മാക്സിമം പൊന്തുന്നത് 30 ഡിഗ്രിയാണ്, അസെൻഡിങ് 150 ഡിഗ്രി, ഡോൾ പീരീഡ് 60, ഡിസെൻഡിങ് 100. പിന്നെ ബാക്കി വരുന്നത് എന്ന് പറയുമ്പോൾ 360 മൈനസ് ഇത് 3, 150, 60, 100 കൂട്ടി കഴിഞ്ഞാൽ ബാക്കി 50ആണ്. അത് ഡോൾ പീരീഡ് ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ വരക്കാൻ നോക്കാം. ആദ്യം നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ 150 ഡിഗ്രിയിൽ തിരിയുമ്പോൾ ലിഫ്റ്റ് 30ൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഞാൻ കളർ മാറ്റി. ഓക്കെ, ഒരു 30ൽ ഒരു വെർട്ടിക്കൽ ലൈൻ. ദെൻ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമുക്കറിയാം ഇതിൽ എത്രയായിട്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനനുസരിച്ചിട്ട് 30 ഡിഗ്രി നമ്മൾ സ്കെയിൽ ചെയ്യാൻ പാടില്ല. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് നമുക്ക് നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ചിട്ട് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വെച്ചിട്ട് നമുക്ക് വെക്കാം. ഞാനിപ്പോ 80 ആയിട്ടാണ് 8 ഡിവൈഡ് ചെയ്യണത്. അപ്പൊ 80 ആയിട്ട് 80 കൊടുത്തു, 10 മൊമെന്റ്. ഓക്കെ, നെക്സ്റ്റ് 30 മുകളിലോട്ട്, ദെൻ ക്ലോസ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെമി സർക്കിൾ വരക്കണം. അപ്പൊ ഞാനൊരു ഇവിടുന്ന് സെന്ററിൽ ഒരു സെമി സർക്കിൾ വരച്ചു, അത് ട്രിം ചെയ്യാം. ഓക്കെ, ഈ സർക്കിളിന്റെ റേഡിയസ് വന്നിട്ട് 15 mm ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഇത് നമുക്കൊരു യെല്ലോ കളർ കൊടുക്കാം. കളർ ഇഷ്ടംമാരുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കേടായതുകൊണ്ട് കളറൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഒരു റേഡിയൽ ലൈൻ ഞാൻ വരച്ചു. ഇനി ഈ സെമി സർക്കിളിനെ ഞാനൊരു 8 ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ 6 ഡിവൈഡ് ചെയ്യാം. 6 ഡിവൈഡ് ചെയ്യും, 6 8 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ സർക്കുലർ പാറ്റേൺ പോളാർ ആയിട്ട് എടുത്തു, സെലക്ട് ചെയ്തു, യെല്ലോ കളർ ലൈൻ, ഞാൻ സെന്റർ കാണിച്ചു കൊടുത്തു. ഇത് ഫുള്ള് 360 വന്നു. നമുക്ക് ഇവിടുന്ന് 180 മതി, 180 കൊടുത്തു. ഇപ്പോ 1 2 3 4 5 ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 7 വേണം. അപ്പോ 6 വേണം. അപ്പൊ നമ്മൾ 7 അടിച്ചു കൊടുക്കുക. അപ്പൊ 6 ഡിവൈഡ് ചെയ്താണ്. ഓക്കെ, 6 നമുക്ക് ഇത് 8 കൊടുത്തത്, നമുക്ക് 9 കൊടുക്കാം. ഓക്കെ, 9 ഡിവൈഡ് ചെയ്യാം. അപ്പൊ 8 9 ഇവിടെ ഐറ്റംസ് കൊടുത്താൽ ഇവിടെ 8 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ ഒരു ലൈൻ കൊടുത്തു. ആ ലൈൻ ഞാൻ റെക്ടാങ്കുലർ ആയിട്ട് എടുക്കുന്നു, അത് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ അമർത്തുന്നു. റോസ് നമുക്ക് 1 മതി, കോളം നമുക്ക് 8 ആയതുകൊണ്ട് 9 കൊടുക്കാം. ഇതിന്റെ ഡിസ്റ്റൻസ് 10 mm ആണ്, 10 കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വേറെ കളർ കൊടുക്കാം. ലെയറിൽ പോയിട്ട് ഈ ഒരു ഡിഫാൾട്ട് ആയിട്ട് കൊടുക്കാം. ഓക്കെ,
അതിനുശേഷം ഈ ഒരു പോയിന്റുകൾ നേരെ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കും. ടച്ച് ചെയ്യും. പിന്നെ പേരുകളൊക്കെ കൊടുക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ പേര് കൊടുക്കുന്നില്ല. വീഡിയോയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ, അതുമാതിരി ഈ പോയിന്റുകൾ ഇതൊക്കെ നമുക്ക് പേര് കൊടുത്ത് വരക്കാൻ പറ്റും. തൽക്കാലം ഞാനത് സ്പീഡായിട്ട് വരക്കാനും ആയിട്ട് ഞാനത് ഒഴിവാക്കിയാണ്. വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും എല്ലാം എ ഡാഷ്, എ ഡബിൾ ഡാഷ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കാം. അതായത് വൺ ഡാഷ് പറഞ്ഞു കൊടുക്കും. ഇതാണ് നമ്മുടെ പാറ്റേൺ. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് വരക്കുമ്പോൾ സ്പ്ലൈൻസ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ഇവിടെ വരുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ്, സിക്സ്ത് പോയിന്റ് 15 സെന്റിമീറ്റർ ആയി, 15 mm ആയി. നെക്സ്റ്റ് ഇങ്ങനെ പോകും. ഈ കളർ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ മോഷൻ. അപ്പോൾ ആദ്യത്തെ ഈ ക്യാം ഇരിക്കുന്ന ഇവിടെയാണ്. പിന്നെ ഇതിന്റെ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത് ഇതാണ്. അതായത് അതിന്റെ 8ൽ ഒരു ഭാഗം നമ്മൾ 8 ഡിവൈഡ് ചെയ്ത് വരക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെയാണ് ക്യാം പ്രൊഫൈൽ വരക്കുന്നത്. പിന്നെ ഡുവൽ പീരീഡ് ആണ്. ഡുവൽ പീരീഡ് നമുക്കറിയാം ഒരു 60 ഡിഗ്രി ഡ്യൂലാണ്. നമുക്ക് ഏകദേശം നമുക്കത് എടുത്തിട്ട് 60 തന്നെ വരക്കണമെന്നില്ല. ഏകദേശമായിട്ട് ഒരു കള്ളി ഞാനിവിടെ വരച്ചിട്ടാണ്. ഡുവലാണത്. ഇത് 60 ആണ് എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ബാലൻസ് ആണ്. അപ്പോൾ അത് 100 mm ആണ്. അതും നമ്മൾക്ക് 8 ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ 80 എടുത്തു, മുകളിലോട്ട് 30 എടുത്തു, ക്ലോസ്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് വളരെ ഈസിയാണ്. പൊന്തി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ റെഡിലേക്ക് മാറ്റിയിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ഇതിപ്പോ നമ്മളിത് ആദ്യം പറഞ്ഞ സിമ്പിൾ ഹാർമോണിക് ആണ്. താഴത്തോട്ട് വരുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് യൂണിഫോം വെലോസിറ്റി തന്നെ വളരെ ഈസിയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതിന്റെ യെല്ലോ കളർ ചെയ്യാം. ഇത് നമുക്ക് വേറെ ഒന്നുമില്ല. ഇത് നമുക്ക് 8 ഡിവൈഡ് ചെയ്തേക്കണം നമ്മള്. അപ്പോൾ റെക്ടാങ്കുലർ ആയാല് 9 ഐറ്റംസ് കൊടുത്ത് റോസ് 1 കൊടുത്ത് 9 കോളം ഡിസ്റ്റൻസ് 10 കൊടുത്തു കഴിഞ്ഞാൽ 8 കിട്ടും. 8 ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ കളർ മാറ്റിയിട്ട് റെഡ് കൊടുക്കാം. റെഡ് കൊടുത്തിട്ട് ഒരു ലൈൻ താഴത്തോട്ട് വരച്ചാൽ ഇതാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതിന്റെ ക്യാമും ഞാൻ വരക്കാം. ക്യാമിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് വേണം ക്യാം വരക്കാനായിട്ട്, ബേസിക് സർക്കിൾ. അപ്പോൾ അത് ഞാനിത് തന്നിട്ടില്ല, കാരണം ഞാൻ എത്രയും ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം എന്ന് പറഞ്ഞാൽ 20 mm ആണ്. പക്ഷെ നമ്മൾ ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം 20, നമ്മളിവിടെ 20 റേഡിയസ് 20. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്നാണ് ക്യാം സ്റ്റാർട്ട് ചെയ്യണം നോക്കുക. അപ്പോൾ നമുക്കൊരു ഫോളോവർ വരക്കണം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഇതാ ലൈൻ നൈറ്റ് വെഡ്ജ് ഫോളോവർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു നൈറ്റ് വെഡ്ജ് ഫോളോവർ വരയ്ക്കാണ്. F8 ഓൺ ചെയ്ത് ഞാൻ പുറത്ത് ഓഫാകും. ഇത് മിറർ അടിച്ച് കഴിഞ്ഞാൽ മിറർ അടിക്കാണ്. ഓക്കെ, ഇതാണ് നൈറ്റ് വെഡ്ജ് ഫോളോവർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു വെർട്ടിക്കൽ ലൈൻ, ഇതിനെ ഫസ്റ്റ് 150 ഡിഗ്രിയിൽ നമ്മൾ 8 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് CAD ആയതുകൊണ്ട് ഈസി ആയിട്ട് പറ്റും. ഈ ലൈനെ റൊട്ടേറ്റ് അടിക്കാണ്. റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ 150 ഡിഗ്രി മതി. 150 ഡിഗ്രി കൊടുത്തു.
ഇനി 1, 2, 3, 4, 5 ആയിട്ടുള്ളൂ. 6 അതില്. 8 നമുക്ക് വേണ്ടത്. 9 കൊടുക്കും. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8 ആയി. ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ മുകളിലോട്ട് കയറുന്നത്. അപ്പൊ ഇതിനെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഇത് തന്നെയാണ്. ഈ ഒരു പോയിന്റാണ്. അതിനെ എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് ബി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു പോയിന്റാണ്. തേർഡ് ഇത്. ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, 7, 8, 9. അതുപോലെ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എ എന്ന് കൊടുത്തു. അപ്പൊ ഞാനിത് എ, ഇതൊന്നുമില്ല, ഇത് നമുക്ക് ഒന്നാക്കാം. 1. ഇത് 2 ആക്കാം. 2 പറയുന്നത് ചിലപ്പോൾ ബാക്ക് താഴത്തോട്ട് ഇറങ്ങുന്നോട്ടെ. അതിന്റെ അവസാനം നമുക്ക് ചെയ്യാം. ഓക്കെ. 3, ഇത് 4, ഇത് 5, ഇത് 6, 7, 7, 8, then last 9. ഓക്കെ. നെക്സ്റ്റ് ഇതിവിടെ എ, ഇവിടെ ബി ആക്കാം. ബി. സമയം കൊണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഇത് ഒഴിവാക്കാന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. സി, ഡി, ഇ, എഫ്, ജി. പേര് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇതിനൊന്നും എച്ച്. ഓക്കെ. കൊടുത്തു. ഇനി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എത്രയെന്ന് നോക്കിയിട്ട് ആ ഡിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്തിട്ട് ഇസിക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇസിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുന്നു. ആ സർക്കിള് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ബാക്കിയുള്ള ട്രിം ചെയ്ത് കളയാം. തരയായതുകൊണ്ട് എക്സ്പ്ലോഡ് ചെയ്യണം നമ്മൾ. ഇനിയിപ്പോ നമുക്കത് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഈ സർക്കിൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഇങ്ങനെ റേസ് കയറി വരുന്നതാണ്. ഫോളോവർ ഇങ്ങനെ ക്യാം തിരിയുമ്പോൾ കയറി വരുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് ഞാൻ കാണിച്ചാണ്. നെക്സ്റ്റ് 3 ആണ്. 3 എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കണം. അപ്പൊ ആ ഡിസ്റ്റൻസ് എടുക്കാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ എടുത്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരാൻ മതിയാവും. പിന്നെ 2 പ്രാവശ്യം വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. നെക്സ്റ്റ് അത് ട്രിം ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതുപോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാം. 4C, 4C എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുക. 4C മൂവ് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ദെൻ ട്രിം ചെയ്യുന്നു. ഇത് മായ്ച്ചളയുന്നു. നെക്സ്റ്റ് 5D. 5D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അഗെയിൻ ഇത് മൂവ് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവെക്കുന്നു, ട്രിം ചെയ്യുന്നു, മായ്ച്ചളയാം. നെക്സ്റ്റ് 6E. 6E എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുന്നു, കോപ്പി ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവെക്കുന്നു, റിട്ടേൺ ചെയ്യുന്നു, മായ്ച്ചളയാം. നെക്സ്റ്റ് 7.
7F മൂവ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, റിമൂവ് ചെയ്യുന്നു, മായ്ച്ച് കളയാം. നെക്സ്റ്റ് 8G അതിതുപോലെ തന്നെ മൂവ് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് ട്രിം ചെയ്ത് കളയാം. നെക്സ്റ്റ് ലാസ്റ്റ് നമുക്കറിയാം ഹൈറ്റ് ടോപ്പിലെത്തുന്നതാണ്, അതുകൊണ്ട് 30 mm ലിഫ്റ്റ് പറഞ്ഞേക്കണത്. അപ്പോൾ ആ ലിഫ്റ്റ് 30 mm ആകുമ്പോൾ 30 റേഡിയസിൽ വരക്കുന്നു, മാക്സിമം ഹൈറ്റിലെത്തി. അപ്പോൾ അത് ട്രിം ചെയ്ത് കളയാം, മായ്ച്ച് കളയാം. ഓക്കെ, ഇതാണ് ഇതിന്റെ പോയിന്റ്സ് കിട്ടുക. അപ്പൊ ഈ സിമ്പിൾ ഹാർമോണിക് ഡയഗ്രാം വരച്ചത് ഈ ക്യാമിന്റെ ഈ ഒരു ഇത് കിട്ടാനാണ്, ഈ പാത്ത് കിട്ടാനാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നെക്സ്റ്റ് ഒരു 60 ഡിഗ്രി ടൂലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിനെ 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. നെക്സ്റ്റ് റൊട്ടേറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിന് റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലൈൻ വേറെ കളറിൽ വരച്ചു കൊടുക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈൻ വരച്ചു, സെയിം അതിന്റെ മുകളിൽ വരച്ചിട്ടുണ്ട്. ഇനി അത് റൊട്ടേറ്റ് ചെയ്യുന്നു, അര കൊടുക്കുന്നു, അരയിൽ സെന്റർ കാണിച്ചു കൊടുത്തു. ഹൈറ്റ് നമുക്ക് 2 മതി, ഇത് 60 ഡിഗ്രിയിലാണ്, 60 ഡിഗ്രി. ഓക്കെ, ക്ലോസ് ചെയ്യും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ആംഗിൾ എടുത്തിട്ട് ഡയമെൻഷനിൽ പോയിട്ട് ആംഗിൾ എടുത്തിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ 150, അഗെയിൻ ഡുവൽ പീരീഡ് 60 ഡിഗ്രി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടുള്ള ഡിസ്റ്റൻസ് ഈ ലൈൻ തൊട്ട് ഈ ലൈനാണ് നമുക്ക് മാക്സിമം വരുന്ന ലൈൻ. ഈ ലൈൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലൈനെ നമുക്ക് 100 ഡിഗ്രിയാണ് നോക്കുക, അടുത്ത് 100 ഡിഗ്രി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് താഴത്തോട്ട് പോയി. അപ്പോൾ 100 ഡിഗ്രി അത് നമ്മൾ 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമാതിരി തന്നെ പോളാർ ആരോ എടുത്തിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്തു. ഇത് ലിഫ്റ്റിലേക്കാണ് മാക്സിമം ഹൈറ്റിലുള്ളത്, ഈ സെയിം ലൈൻ തന്നെയാണ്. നെക്സ്റ്റ് റൊട്ടേറ്റ്, സെന്റർ കാണിച്ചു കൊടുത്തു. ഇവിടെ 100 ഡിഗ്രി മതി. 8 എന്ന് പറയുമ്പോൾ 9 ആഡ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 9 ഡിവൈഡ് ചെയ്യുക. ഇതാണ് ബാക്കിയുള്ളത്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റത്തെ വന്നത് ഇതാണ്, സെയിം തന്നെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കോപ്പി ചെയ്തിടാം. കോപ്പി മറിച്ചിടാം, നമുക്ക് മറിച്ചിടാന്ന് വെച്ചാൽ മിറർ അടിക്കാം. ഇതിപ്പോ ഏകദേശം സെയിം ആയതുകൊണ്ട് നമുക്ക് ഇഫക്റ്റ് എടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് വായിച്ചു കളയാം, ഇത് ആദ്യം വായിച്ചു കളയാം. ഓക്കെ, ഓഫ് ചെയ്യാം. 8 മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഫസ്റ്റ് അത് 30 ആണ്. അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ ഈ 30ൽ ഇത്ര മാക്സിമം നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ലൈൻ തൊട്ട് നമുക്ക് മാറ്റിയാൽ മതി. രണ്ടാമത്തെ ലൈൻ പറയുമ്പോൾ 8 മുതൽ ഇവിടം വരെ, 8 മുതൽ ഇവിടം വരെ എന്ന് പറയുമ്പോൾ ജി എച്ച് ആക്കി എടുക്കാം നമുക്ക്. കോപ്പി, ഇത് എച്ച് തന്നെയാണ്. വേറെ പേര് കൊടുക്കാം കേട്ടോ, ഞാനത്തെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പേര് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ പേര് തന്നെ കൊടുക്കാം. ഇതാണ് ജി എച്ച്. അപ്പൊ ഈ ജി എച്ചും ഈ ജി എച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടാൽ അറിയാൻ പറ്റും. ഇത് കുറവാണ്, ഇത് കൂടുതലാണ്. അതാണ് ഈ ഒരു ഡിസ്റ്റൻസിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഡയഗ്രാം ഏത് ടൈപ്പ് തന്നെ വരക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇത് വ്യത്യാസമുണ്ട്. അത് ഇറങ്ങുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങിയാണ്, പക്ഷെ സെയിം ഇതാണ്. ഇപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ വരക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. 8 തൊട്ട് ഇതുവരെ രണ്ടാമത്തേലാണ് വെക്കേണ്ടത്. രണ്ടാമത്തേൽ വെച്ചു, ബാക്കിയുള്ളത് ഞാൻ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എക്സ്പ്ലോഡ് ചെയ്യണം. പാറ്റേൺ ഇത് ചെയ്താണല്ലോ, അര ചെയ്തുകൊണ്ട് എക്സ്പ്ലോഡ് ചെയ്യുക. EXPLODE അടിച്ചിട്ട് ഈ അര ചെയ്ത് സെലക്ട് ചെയ്താൽ ഇത് ഇൻഡിവിജ്വലായി. അതിനുശേഷം മാത്രം നമുക്കത് ട്രിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കത് വായിച്ചാൽ. നെക്സ്റ്റ് മൂന്നാമത്തത് 7F ആണ്. 7F എടുത്തു,
കോപ്പി സെലക്ഷൻ ഇവിടെ വെച്ച് ഇത് ട്രിം ചെയ്ത് കളയാണ്. വായിച്ചാൽ മൂന്നാമത്തെ ഓക്കെ. 7F ഞാനിവിടെ പറഞ്ഞില്ല, ഇത് മൂവ് ചെയ്ത് വെക്കാം. 7F. നെക്സ്റ്റ് E ആണ്. എന്ന് പറഞ്ഞാൽ ഇത് എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചു. അപ്പൊ 6E ആണ് ഞാൻ അടുത്തത് മാർക്ക് ചെയ്യണത്. അപ്പോൾ 6 പോയിന്റ് വെച്ചിട്ട് E വെച്ചു. അതിനെ ഞാൻ മൂവ് ചെയ്യാണ്. മൂവ് കൊടുത്തു, ഈ പോയിന്റ് കൊടുത്തു. ആ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് ഇവിടെ വരുന്നത്, അത് ക്ലിക്ക് ചെയ്തു. ദെൻ ഈ ലൈൻ ട്രിം ചെയ്തു. അതിനുശേഷം സർക്കിളിന്റെ ആവശ്യമില്ല, കളയുന്നു. നെക്സ്റ്റ് 5 ആണ്. 5D ആണ്. അപ്പൊ അത് കോപ്പി ചെയ്ത് കൊണ്ട് വെക്കുകയാണ്. 5D. നെക്സ്റ്റ് 5Dയുടെ ഒരു സർക്കിൾ വരക്കുന്നു. ഞാനത് മൂവ് ചെയ്തിട്ട് അടുത്ത ആരോട് അവിടെ വെക്കുന്നു. തന്നെ ട്രിം ചെയ്യുന്നു, സർക്കിൾ കളയുന്നു. നെക്സ്റ്റ് സി കൊണ്ട് വെക്കണം. സി. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എല്ലാത്തിന്റെയും വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കുക. അത് ഇപ്പൊ ചില കേസിൽ പറയും സിമ്പിൾ ഹാർമോണിക് മോഷനിൽ തന്നെയാണ് തിരിച്ചിറങ്ങണേന്ന് പറയും. അപ്പൊ രണ്ട് സൈഡിലും സിമ്പിൾ ഹാർമോണിക് വരച്ചാൽ മതി. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ ഇതില് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ കയറി ഇറങ്ങുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. അപ്പൊ അത് ചിലപ്പോൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ കയറിയിട്ട് സിമ്പിൾ ഹാർമോണിക്കിൽ ഇറങ്ങും. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ഇത് ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്. ചിലപ്പോൾ രണ്ടും കോൺസ്റ്റന്റ് വെലോസിറ്റി ആവും, ചിലപ്പോൾ രണ്ടും ഇതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് ആവും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം. അടുത്തത് ബി ആണ്. ബി കോപ്പി സെലക്ഷൻ 3B ആണ് വേണ്ടത്. 3B എടുത്തു. നമ്മുടെ സെന്റർ വെച്ചിട്ട് മൂവ് വെച്ചു, സെന്റർ വെച്ചു. ഓക്കെ. ദെൻ ഇത് ട്രിം ചെയ്ത് കളഞ്ഞു. ലാസ്റ്റ് 2A കോപ്പി ചെയ്തു. കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം 2A എന്ന് പറയുന്ന ഇവിടുത്തെ ഡിസ്റ്റൻസ്, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള ഡിസ്റ്റൻസ്, ഞാനത് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കൊണ്ടുവയ്ക്കും. ദെൻ ട്രിം ചെയ്യുന്നു. ഈ സർക്കിൾ അയച്ചു കളയും. ലാസ്റ്റ് 1 ആണ്. 1 ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് ഇതാണ്. അപ്പൊ നമുക്കിത് ഇവിടെ വെച്ചിട്ട് ട്രിം ചെയ്യാം. ഓക്കെ. ഇത് ലാസ്റ്റ് 50 ഡിഗ്രി ആണ്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 50 ഡിഗ്രി. ദെൻ ഇത് 100 ഡിഗ്രി. 100 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്യാമിന്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇത് വരച്ചത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇത് കയറി വരുന്നത് ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 150 ഡിഗ്രിയിൽ വരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അതായത് ഇതാണ് SHM എന്ന് പറയും, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അത് ജസ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്തിടാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് കോൺസ്റ്റന്റ് വെലോസിറ്റി. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് കയറുന്നത് ഇവിടെ വന്നിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി വരക്കാൻ ഇത്തിരി ഈസിയാണ്. വെറുതെ ഡയഗണൽ വരച്ചാൽ മതി. കോൺസ്റ്റന്റ് വെലോസിറ്റി, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്, ഏറ്റവും ഈസി എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇത് പലതും ചിലപ്പോ ഇറങ്ങുന്നതും ചിലപ്പോൾ സിമ്പിൾ ഹാർമോണിക് എല്ലാം ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ സർക്കിൾ വരച്ചിട്ട് അല്ലെങ്കിൽ ഇത് തന്നെ സെയിം തന്നെ, അതുകൊണ്ട് ഇങ്ങനെ നീട്ടി വരച്ചിട്ട് സെയിം തന്നെ ആയിട്ട് ഇറങ്ങാം. അപ്പോൾ ആ രീതിയിൽ ഇറങ്ങാം. ചെറിയ ആംഗിളിൽ സെയിം ലെങ്ത്തിൽ ഇറങ്ങാൻ പറ്റും. ഇനി നമ്മളിത് ക്യാം പ്രൊഫൈലായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഞാൻ ഇത് വൈറ്റ് കളർ ഇട്ടു. സ്പ്ലൈൻസ് എടുക്കുക. SPLINE സ്പ്ലൈൻസ് എടുത്തിട്ട്
എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് തൊട്ട് ഇങ്ങനെ പോയിന്റുകൾ, എൻഡ് പോയിന്റുകൾ ക്ലിക്ക് ചെയ്യുക. എൻഡ് പോയിന്റുകൾ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ നമുക്ക് ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് റേഡിയസ് ആണ്, കോൺസ്റ്റന്റ് റേഡിയസ് ആ വരുന്നത്. അഗെയിൻ സ്പ്ലൈൻസ് തന്നെ എടുക്കാം. ഇവിടുന്ന് നമുക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾക്ക് രണ്ട് ആർക്ക് വരച്ചു കൊടുക്കാം. ഒന്ന് 3 പോയിന്റ് ആർക്കാണ്, ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തത് 3 പോയിന്റ് ആർക്ക് വരച്ച് ശരിയാവില്ല. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റർ സ്റ്റാർട്ട്, സെന്റർ എൻഡ് വേണം. അപ്പൊ ഇത് നോക്കാം, സ്റ്റാർട്ട് സെന്റർ എൻഡ്. അപ്പൊ സ്റ്റാർട്ട് സെന്റർ എൻഡ്. അപ്പൊ ഈ കാണുന്നതാണ് ഇതിന്റെ പ്രൊഫൈൽ. ഈ വെള്ള കളറിൽ വരച്ചിരിക്കുന്നതാണ് അതിന്റെ പ്രൊഫൈൽ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമിനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നൈഫ് എഡ്ജ് മുകളിലോട്ട് കൊണ്ടു, എത്ര വരെ? 150 ഡിഗ്രി വരെയും കൊണ്ടു. അതിനാണ് നമ്മൾ അസെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗമുണ്ട്, ഈ 60 ഡിഗ്രി, അത് മുകളിൽ പൊന്തി നിൽക്കും. 30 പൊന്തി നിൽക്കുന്ന ആ രീതിയിൽ. 30 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് 30 എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിൽക്കുന്നതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് 30 ആണ്. കണ്ടോ? ഈ 30 ക്യാം ഇപ്പൊ 0 അല്ല നിൽക്കുന്നത്. 0 എന്ന് വെച്ചാൽ ബേസിക് സർക്കിളാണ് നിൽക്കുന്നത്. അപ്പൊ ഈ വെള്ള കളറിൽ വരച്ചേക്കുന്നതാണ് നമ്മുടെ ക്യാം പ്രൊഫൈൽ. ഇതാണ് വരക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റേ നമ്മുടെ കോൺസ്റ്റന്റ് യൂണിഫോം ആക്സിലറേഷനും സൈക്ലോയിഡൽ മോഷനും വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കേസ്, ആദ്യം സിമ്പിൾ ഹാർമോണിക് മോഷനും കോൺസ്റ്റന്റ് വെലോസിറ്റിയും വന്നു. അപ്പൊ ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി ചിലപ്പോൾ ആദ്യം വരാം, സിമ്പിൾ ഹാർമോണിക് ലാസ്റ്റ് വരാം, ചിലപ്പോൾ യൂണിഫോം വെലോസിറ്റി രണ്ടും വരാം, അല്ലെങ്കിൽ സൈക്ലോയിഡ് ആദ്യം വരാം, സിമ്പിൾ ഹാർമോണിക് ബാക്കിൽ വരാം. ഇതൊക്കെ നമ്മൾ നോക്കാം. ഇതിപ്പോ രണ്ടും സെയിം ആണ് ഇതായിട്ട് വേണമെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ നേരെ അങ്ങോട്ട് മുട്ടിച്ചാൽ മതി. ഓക്കെ, നമുക്കറിയാം ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും അത് തിരിച്ചിറങ്ങുമ്പോഴും. ഓക്കെ, 100 ഡിഗ്രി ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊന്നും നേടാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ വ്യക്തമായിട്ട്. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം.